രാഹുൽ മാങ്കൂട്ടത്തിന്റെ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ചെമ്പരന്തി അനിലിനെ കൊണ്ട് ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം കേസുകളിൽ ഏറ്റവും വലിയ വഴിത്തിരിവാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. നമസ്കാരം. നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന എല്ലാവരുടെയും നീതിക്ക് വേണ്ടി, പുരുഷന്റെയും സ്ത്രീയുടെയും അടക്കമുള്ള നീതിക്ക് വേണ്ടി പോരാടുന്ന, വിശിഷ്യ അതിൽ പുരുഷന്മാർ നേരിടുന്ന വിഷയത്തിൽ ദേശവ്യാപകമായി പ്രാധാന്യമുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടനയും സംവിധാനവുമാണ്. അതിന്റെ ഭാഗമായി ഡോക്ടർ രമ എസ്, വൈസ് ചെയർപേഴ്സൺ സൗമ്യ രതീഷ്, ഡോക്ടർ KC ജോർജ്, ജോയിന്റ് സെക്രട്ടറി ഉഷ പീതാംബരൻ, ട്രഷറർ മനോജ് KC, അഡ്വൈസർ R ജയചന്ദ്രൻ അടക്കമുള്ള സാമൂഹിക നിയമ മേഖലകളിലെ പ്രമുഖരാണ്. അവരാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ചെറിയ ആമുഖവും ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയാൽ മാഡം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അടക്കം കാണുകയും വളരെ വിശദമായി സാർ അടക്കമുള്ളവർ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ന് നടക്കുന്ന വ്യാപകമായ ദുരുപയോഗത്തെ തടയാനുള്ളൊരു മെക്കാനിസം അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രധാനപ്പെട്ട ലോ മേക്കേഴ്സിനെയൊക്കെ കണ്ടു. അവർ തന്നെ അവരുടെ ജേണിയും മറ്റും പറയും. മാഡം ഡൽഹിയിലാണ്, ഈ വിഷയത്തിനടക്കം വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു സന്തോഷ വാർത്തയും കൂടെ പങ്കുവെച്ചോളൂ. പ്രത്യേകിച്ച് മീഡിയക്കാരെല്ലാം ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് ഈ പരാതി കൊടുത്തവരെ യഥാർത്ഥത്തിൽ അതിജീവിതർ എന്ന് വിളിക്കരുത്, പരാതിക്കാർ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഏറ്റവും മിനിമലാണ് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ വളരെ സന്തോഷം, ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് പരാതി പോലും ആ അർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല. വിശിഷ്യ വിവാഹിതരായ സ്ത്രീകൾ വിവാഹത്തിന് വെളിയിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഫോൾസ് മാരേജ് അല്ലെങ്കിൽ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന പരാതി പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് നാഗരത്നയുടെയും ഉജ്വൽ ഭുയാന്റെയും ചരിത്രപരമായ വിധിന്യായം ഇന്നലെ വന്നിട്ടുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം കേസുകളിൽ ഏറ്റവും വലിയ വഴിത്തിരിവാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അതായത് വിവാഹിതരായ സ്ത്രീകൾക്ക് മറ്റൊരു പുരുഷനെതിരെ ഇയാൾ എന്നെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന പ്രോമിസ് തന്ന് പീഡനം നടത്തി എന്ന് പറയാൻ പരാതി പോലും കൊടുക്കാൻ പാടില്ല. ഓർക്കുക, ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തത് കുറച്ചുകൂടെ ഇതാണ്, പരാതി പോലും കൊടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ സാറിനോട് സംസാരിച്ച സാർ സൂചിപ്പിക്കുകയായിരുന്നു, ഇത് പണ്ട് മുതലേ കോടതികളുടെ നിലപാടാണ്, റീട്രേറ്റ് ചെയ്യപ്പെട്ടതാണ്, ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിട്ടാണ് നമ്മുടെ പോലീസ് അടക്കം മാധ്യമങ്ങളടക്കം പല പുരുഷന്മാരെയും വേട്ടയാടപ്പെടുന്നത്. ഇന്ത്യയിലെ പുരുഷാവകാശങ്ങളുടെ പോരാട്ടത്തിൽ ചരിത്രപരമായ ഒരു ദിവസമാണ് ഇന്നലെ. അതിജീവിതയല്ല, പരാതിക്കാരിയല്ല, പരാതി പോലും ഈ വ്യാജ പരാതികൾ കൊടുക്കാനുള്ള സ്പേസ് സുപ്രീം കോടതി അവസാനിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ നിയമ വിദ്യാർത്ഥിയാണെങ്കിലും ആഴത്തിൽ നിയമ പാണ്ഡിത്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആ ചരിത്രപരമായ വിധിയുടെ പശ്ചാത്തലത്തിൽ മാഡത്തിലേക്കും സാറിലേക്കും പോവാം. മാഡം ഒരു ഇൻട്രോയും മാഡത്തിന്റെ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഞാൻ രമ. നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കുള്ള നിയമങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുരുഷനും ഒരു ചെറിയ മാറ്റം ആ നിയമ ഭേദഗതി വരുത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറയുന്നൊരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രൈം മിനിസ്റ്ററെ കണ്ടിരുന്നു. വളരെ നല്ലൊരു സപ്പോർട്ടും പുള്ളിയുടെ വളരെ ഒരു സ്നേഹവും അതിനുള്ള ഏകദാർഢ്യവും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോടതി വരെ പോകാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരും എന്ന് പുള്ളിയുടെ ഒരു വാഗ്ദാനം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ എല്ലാ MP മാരെയും സ്റ്റേറ്റ് ബേസുള്ള എല്ലാ മന്ത്രിമാരെയും MLA മാരെയും എല്ലാവരെയും തന്നെ കണ്ട് എല്ലാ ചീഫ് മിനിസ്റ്റർമാർക്കും എല്ലാ സ്റ്റേറ്റിലും കൊടുത്ത് നമ്മൾ നമ്മുടെ യാത്ര തുടരും. അതിന് നിങ്ങളുടെ തന്നെ എല്ലാ സപ്പോർട്ടുകളും നമ്മൾക്ക് വേണം, അത്യാവശ്യമാണെന്ന് ഞാൻ ഈ സമയത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നിയമപരമായുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ അഡ്വൈസർ ശ്രീ രാമേന്ദ്ര സാർ, R ജയചന്ദ്ര സാറ് പറയുന്നതായിരിക്കും. സാറ് ഇവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ CRSJS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചെയർമാനാണ്. പുള്ളി സംസാരിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വറും ഡോക്ടർ രമയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറഞ്ഞ് ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഡൽഹി ആസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ആദ്യമായിട്ട് ടേക്കപ്പ് ചെയ്ത ഒരു അസൈൻമെൻ്റാണ് തുല്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു മിഷൻ. ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും അവരെ സംരക്ഷിക്കുവാനും വേണ്ടി ഉള്ള നിയമങ്ങൾ അത് സമൂഹത്തിൽ വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ ജനുവിനായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. അതേസമയം ഏത് നിയമം നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചാലും ലോകത്ത് എവിടെ നിർമ്മിച്ചാലും ആ നിയമങ്ങളെല്ലാം
ദുരുപയോഗം ചെയ്യപ്പെടും. അപ്പോൾ അൺസ്ക്രൂപ്ലസ് ആയിട്ടുള്ള സ്ത്രീകൾ വ്യാപകമായി ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ജനറലി സൊസൈറ്റിയിൽ ഒരു സ്കെപ്റ്റിസം വന്നിട്ടുണ്ട്. ഏത് സ്ത്രീ കൊണ്ടുവന്ന് പരാതി കൊടുത്താലും ഇതൊരു വ്യാജ പരാതിയാണെന്ന് പലരും പറയും. ചില ആളുകൾ ഫെമിനിസ്റ്റ് എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ ഏത് സ്ത്രീ പരാതി കൊടുത്താലും അത് ജെന്യുവിനാണെന്ന് പറയും. മറിച്ചൊരു പക്ഷം ആളുകൾ പറയും സ്ത്രീ കൊടുത്ത പരാതിയെല്ലാം വ്യാജമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ നിരപരാധിയായിട്ടുള്ള പുരുഷന്മാരും നിരപരാധിയായിട്ടുള്ള സ്ത്രീകളും പോക്സോ ആക്റ്റിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നിലവിലുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ വ്യാജമായ ഒരു പോക്സോ കേസിൽ ഒരു ലേഡിയെ ഉൾപ്പെടുത്തി. ഇപ്പോൾ അത് വ്യാജമാണെന്നൊക്കെ തെളിഞ്ഞു. ഞാൻ ആളുകളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഡൈവേർട്ട് ചെയ്യുന്നില്ല. അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെക്ഷലി അബ്യൂസ് ചെയ്തു. എൻ്റെ കയ്യിൽ ഉള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിതിവിടെ പറയുന്നത്. അതിൻ്റെയൊക്കെ കേസുകൾ നടക്കുന്നുണ്ട്. കേസുകളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പ്രധാനമായിട്ട് പ്രൈം മിനിസ്റ്റർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൽ ഒഫൻസിൻ്റെ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. അത് BNS 64 മുതൽ BNS 71 വരെയുള്ള ഒഫൻസസിൻ്റെ. അല്ലാതെ തന്നെ തോണ്ടി കമൻ്റ് അടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് BNS 72 പ്രകാരം ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്താൽ അതൊരു ക്രൈമാണ്. നമ്മളുടെ രാജ്യത്തും ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ 11 പറയുന്നത് നോ മാൻ ഷാൽ ബി കൺസിഡേർഡ് ഗിൽറ്റി അൺലെസ് ഹി ഈസ് പ്രൂവ്ഡ് സോ ഇൻ എ കോർട്ട് ഓഫ് ലോ എന്നാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഒരു സ്ത്രീ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഫ്ലാഷ് ചെയ്യുകയും ആ കുടുംബം തകർക്കും. ആ കുടുംബത്തിലും സ്ത്രീകളുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്. അവർക്കും ഇതേ ട്രോമ അനുഭവിക്കേണ്ടി വരുന്നു. ദേ ആർ ഓൾസോ എക്സ്പോസ്ഡ്. ഇപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതി 2024 തന്നെ ഈ അക്യൂസ്ഡിൻ്റെ പേര് അനോണിമൈസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. കേരള ഹൈക്കോടതി സാലിൽ രവീന്ദ്രൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഇന്ത്യ കാനൂൺ സൈറ്റിനോടും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോടും അക്യൂസ്ഡിൻ്റെ പേര് ഡൈവേർട്ട് ചെയ്യരുതെന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഒരാൾ ഗിൽറ്റി എന്നൊരു കോടതി പറയുന്നത് വരെ ആ വ്യക്തിയുടെ പേര് ഡൈവേർട്ട് ചെയ്യരുത് എന്ന് BNS 72 അമെൻഡ് ചെയ്യണം. 2, വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ഉള്ള വകുപ്പുകൾ നമ്മുടെ BNSലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് BNS 231 ആണ്. ഒരു ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി കിട്ടുകയോ അതുപോലത്തെ 10 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ കിട്ടുന്നയോ ഒരു കേസിൽ ഒരാളെ ഫോൾസ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്താൽ, അത് വ്യാജപരാതിയാണെന്ന് കണ്ടാൽ അക്യൂസ് ചെയ്ത പേഴ്സണ് ആ 10 വർഷമാണ് ശിക്ഷയെങ്കിൽ 10 വർഷം, ലൈഫ് ഇംപ്രിസ്മെൻ്റ് ആണ് ശിക്ഷയെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കൊടുക്കണമെന്നാണ് BNS 231 പറയുന്നത്. BNS 217, 227 ഞങ്ങൾ ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. 48 വരെയുള്ള BNSൻ്റെ പ്രൊവിഷൻസിൽ എല്ലാം തന്നെ സ്ട്രിഞ്ചൻറ്റ് പണിഷ്മെൻറ്റ്സ്, എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന്, ഫോൾസ് അക്യൂസേഷൻ എല്ലാം ഉണ്ട്. പക്ഷേ അതിനകത്തുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത്, ഇതെല്ലാം നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് ആണ്. പോലീസിന് സ്വമേധയാ കേസെടുക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ KP ആക്ട്, കേരള പോലീസ് ആക്ട് 117D പോലീസിന് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ടു എ പോലീസ് ഒഫീഷ്യൽ കേസെടുക്കാം. പക്ഷേ അതൊക്കെ ലൈറ്റ് സെൻറ്റൻസസേ ഉള്ളൂ. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഈ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ഇത് കോഗ്നൈസബിൾ ആക്കണം. രണ്ടാമതൊരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, BNS 72 ഒഫൻസസ്, അതായത് റേപ്പ് മുതലായ സീരിയസ് ഒഫൻസ് വരുന്ന കേസുകൾ
ആ BNS 72 പറഞ്ഞിട്ടുള്ളത് BNS 64 മുതൽ BNS 71 വരെയുള്ള കേസുകളാണ്. ഗാങ് റേപ്പ്, ഇങ്ങനെ പല കേസുകൾ. ആ കേസുകളൊക്കെ കോടതിയുടെ റിപ്പോർട്ടിംഗ്, കോടതിയുടെ പ്രൊസീഡിങ്സ്, കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പണിഷബിൾ ഒഫൻസ് ആണെന്ന് BNS 73 പറഞ്ഞിട്ടുണ്ട്. അതും കർശനമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇത്രയുമാണ് ഈ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് കേസുകൾ, കോടതികളുടെ കേസുകൾ ഈ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇന്നലെ വന്ന ഒരു ജഡ്ജ്മെൻറ്റ്, അത് ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ കോട്ട് ചെയ്തിട്ടുള്ള സംദാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര നവംബർ 24 വന്ന ജഡ്ജ്മെൻറ്റാണ്. ആ ജഡ്ജ്മെൻറ്റിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മാരീഡ് വുമണിൻ്റെ അടുത്താണ് ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന് പറയുന്ന കേസുകളൊന്നും നിലനിൽക്കത്തില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് കോടതി പല കേസുകൾ, ഭജൻലാലി പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പുള്ള കേസുകളിലും പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസിലും സുപ്രീം കോടതി ഇതേ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല കാര്യമാണ്. ഇത് തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, നിരപരാധികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കോടതിയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യത്ത് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ആ കോടതി തീരുമാനിച്ചതിന് ശേഷം അയാളുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഡൈവേർട്ട് ചെയ്തോട്ടെ, കുടുംബം ടാർണിഷ്ഡ് ആയിക്കോട്ടെ. ഒരു അപരാധിയുടെ കുടുംബം ചിലപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നിരപരാധികളുടെ കുടുംബത്തിനെ ഈ ട്രോമയിലേക്ക് വലിച്ചരക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ശ്രീ രാഹുൽ ഈശ്വർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ പുരുഷന്മാർക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത്. അപ്പം അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പുരുഷനുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ സ്ത്രീക്ക് ഉണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം അവർ കരഞ്ഞു തീർക്കുകയാണ് പതിവ്. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ അത് ഉള്ളിലടക്കി അതുവഴി ആത്മഹത്യ, വിഷാദ രോഗങ്ങൾ, അങ്ങനെ ഓരോന്നിലോട്ടൊക്കെ കടന്നു പോകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു നീതിക്ക് വേണ്ടി, സമൂഹത്തിൽ അവർക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതും ഇപ്പൊ മാധ്യമങ്ങളോട് പറയുന്നതിന്റെ ആവശ്യം, പോലീസുകാർ ഇതൊക്കെ ഓപ്പൺലി ഈ കോടതി വിധി ന്യായങ്ങൾ ഫ്ലൗട്ട് ചെയ്യുകയാണ്. ഈ കോടതി വിധി ന്യായങ്ങൾ ലംഘിച്ചാണ് നമ്മുടെ നാട്ടിൽ പോലീസ് പല കേസുകളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള വളരെ വിഷമകരമായ കാര്യമാണ്. ഇന്നലെ എനിക്ക് മറ്റൊരു സുപ്രീം കോടതിയുടെ വിധി അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ അലക്സ് കെ ജോൺ അയച്ചേരിയുണ്ടായി. നിർബന്ധമായി നോട്ടീസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യണം. എൻ്റെ കേസിൽ നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതിയിൽ കള്ളം പറയുകയും ചെയ്തു. നമ്മളൊക്കെ കോടതിയെ കാണുന്ന എന്താ? കോടതി എന്ന് പറഞ്ഞാൽ നീതിയാണ്, അല്ലെങ്കിൽ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ പോലീസും പ്രോസിക്യൂഷനും വന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതിന് അവസാനമില്ല. അവിടെയാണ് പോലീസുകാർ പലപ്പോഴും ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയോ പോലീസുകാർ പലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ 1-ാം പരാതിക്കാരിയും 3-ാം പരാതിക്കാരിയും വിവാഹിതരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ വിവാഹിതരായ വ്യക്തികൾ കൊടുക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ നവംബർ 24 സ്മധാൻ വേഴ്സസ് സീതാറാം മനോഹെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ കേസിലടക്കം വിധിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്തതാണ്. ഇത് പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാത്തതാണോ? പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാഞ്ഞിട്ടാണോ അവർ ഈ കേസ് എടുക്കുന്നത്? പകരം രാഷ്ട്രീയപരമായ, അതായത് കോർട്ട് ഹാസ്, അതിലെ പാരാഗ്രാഫ് 9 കൃത്യമായി ഞാൻ ഒന്ന് വായിക്കാം. This court has on numerous occasions taken note of the disquieting tendency wherein failed or broken relationship, തകർന്ന ബന്ധങ്ങൾ are given color of criminality. And again in para 30, court quoted its earlier judgment, Prashant versus State of NCT, in which the above observation was reiterated. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ അടക്കം പ്രായോഗികമാകുന്ന, ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോൾ, ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ കണ്ടത്? അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത്? അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും വിനയത്തോടെ, ഞാൻ ആരെയും നെഗറ്റീവായി പറയാനല്ല, പോസിറ്റീവായി ചോദിച്ചോട്ടെ, പീഡിപ്പിച്ച വ്യക്തിക്ക് ഗോട്ട് മിൽക്കും ഷാമ്പുവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തകൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ, ബഹുമാനമാണ്. അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു. ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം 6 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ്.
അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം 6 ദിവസം, ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം 6 ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ്. ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത്. പീഡിപ്പിച്ചൊരു വ്യക്തിക്ക് 6 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ആരെങ്കിലും 10,000 രൂപ അയച്ചു കൊടുക്കും? ബലാത്സംഗം ചെയ്തു, തുപ്പി, മുഖത്തടിച്ചു, പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബലാത്സംഗം ചെയ്തു, തുപ്പി, മുഖത്തടിച്ചു, ഉപദ്രവിച്ചു. പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ, ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ? ആ ഭ്രൂണം എവിടെ? ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല, ശാസ്ത്രീയമായി ഭ്രൂണം കയ്യിലിരിപ്പുണ്ട്. ഞാനെല്ലാം അത്ഭുതപ്പെട്ടു, അതെങ്ങനെയാണ് ഉണ്ടാകുക എന്ന്. ഇപ്പം മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം നടന്ന കാര്യം, അതൊക്കെ എവിടെ? ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം, സ്നേഹം, ആദരവ്, ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാർ പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നത്. പഴയതുപോലെയല്ല, ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളമായിരുന്നു. ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കള്ളമായിരുന്നു. എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിതയല്ല, കാര്യം അവർ വിവാഹിതയാണ്, കോടതി വിധിയുണ്ട്, അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് പോലീസുകാർ ഈ തിങ്കളാഴ്ച വീണ്ടും എൻ്റെ കേസ് വരികയാണ്, എൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുകയാണ്. എന്തിനാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ അല്ല, നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കാം, മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്ത ഞാൻ കേട്ടുള്ളൂ. ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞതിന് എനിക്ക് എൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരിക. കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത്. അതായത് കോടതി വിധിന്യായത്തിൽ, ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ മാഡത്തിന്റെ വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ്. ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത്. കാര്യം എൻ്റെ ജാമ്യം റദ്ദാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവ്വം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്നതാണ്. ഞാൻ ശരിക്കും വലിയൊരു കാര്യമായിട്ട് സാറിനോട് പറഞ്ഞു, സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ക്രക്സ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പലതവണയായി റീട്രേറ്റ് ചെയ്തു. ഞാനിപ്പോൾ ലൈവ് ലോയിൽ കയറി നോക്കിയാൽ സുപ്രീം കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ്, വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പാടില്ല. 2, ശ്രദ്ധിക്കുക, വിവാഹിതയായൊരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കുക, പരാതി കൊടുക്കാൻ കഴിയില്ല. ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നത്. അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചു എന്ന പേരിലാണ് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നത്. ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും. ഓർക്കുക, ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളെല്ലാം ഒരുപക്ഷെ ഇത് വാർത്ത കണ്ടു കാണും, പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നു, പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാതി കൊടുക്കാൻ കഴിയാത്ത ഇത് പോലീസിന് അറിയില്ലായിരുന്നു, ഇത് പ്രോസിക്യൂട്ടറിന് അറിയില്ലായിരുന്നു, ഇത് നിയമ സംവിധാനത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ ആണിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടുത്തെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ. എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓളിൽ ഏറ്റവും സന്തോഷം, ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരുടെ ലാംഗ്വേജിൽ പറയുക, നമുക്കൊന്നും ആ രീതിയിൽ നിയമപരിജ്ഞാനമില്ല. സാർ അടക്കമുള്ള ആൾക്കാർ, ജയന്തൻ സാർ അടക്കമുള്ള ആൾക്കാർ, ഡോക്ടർ രമ മാഡം ഉള്ള ആൾക്കാർ, ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല, പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ എടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത്. സാറ് 2 years 2 വർഷങ്ങൾ എടുത്താണ് ഇവരിത് ക്രോഡീകരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ്. കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാങ്ക്ടിറ്റി വേണമല്ലോ, താഴത്തെ തട്ടിലൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിച്ച മാഡത്തിന് പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് വിശ്വാസം. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിന്റെ ഏറ്റവും തലവനായ, അതായത് നമ്മുടെ പൊസിഷൻ വൈസ് ഏറ്റവും ടോപ്പായ ഒരു വ്യക്തിയും സുപ്രീം കോടതിയിലും എല്ലാം ഇത് ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യവും കൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലടക്കം പോലീസ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി പിടിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, പ്രതിയെ ചോദ്യം ചെയ്തു, പ്രതി കുറ്റം സമ്മതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒന്നും ഒപ്പിട്ടില്ല എന്നാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഒഫീഷ്യൽ ഇസ് നോട്ട് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അത് ചവറ്റുകുട്ടയിലിടും കോടതിയിൽ ചെന്ന.
183 BNSS പഴയ CRPC 164 അത് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ എ മജിസ്ട്രേറ്റ് ആണ്. പ്രതി കുറ്റം, എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, പ്രതി കുറ്റം സമ്മതിച്ചെന്ന് ഏതെങ്കിലും പോലീസുകാർ ചോദിച്ചാൽ ആ പ്രതിയുടെ 183 മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലുള്ള 183 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കണം. അത് മാത്രമേ കോടതി സ്വീകരിക്കുകയുള്ളൂ. ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസുകാർ കാണില്ല. മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയോ എന്നാണ്. ഇത് വോളണ്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അഡ്വേഴ്സ് ഇൻഫറൻസ് പബ്ലിക് മൈൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിൻ്റെ കേസിലടക്കം ദിലീപ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്നത്. ഒരാളെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്നത് CCTV ക്യാമറയുടെ മുമ്പിൽ വെച്ച് വേണമെന്നാണ്. അതെ, രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ്. എന്നിട്ട് CCTV ക്യാമറ ഇല്ലാത്ത പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വറിൻ്റെ വൈഫ് ദീപ ഈശ്വറിനെ വിളിച്ചു വരുത്തി, വിച്ച് ഇസ് ഹൈലി ഇല്ലീഗൽ. സൺസെറ്റ് കഴിഞ്ഞൊരു സ്ത്രീയെ വിളിച്ചു വരുത്താൻ പാടില്ല ബിഫോർ സൺറൈസ്. അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് പോലീസ് കാണിക്കുന്ന തോന്നിവാസമാണ്. ഇപ്പോൾ സുപ്രീം കോടതി 7 വർഷത്തിൻ്റെ, അത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് 2014, അത് ഡൗറി ഹറാസ്മെൻറ്റ് 498A, ഇപ്പം 85 BNS, ആ കേസിൽ വന്ന വിധിന്യായമാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ, 7 വർഷം വരെ ആണെങ്കിലും പാടില്ല, 7 വർഷത്തിന് മുകളിൽ ശിക്ഷയില്ലാത്ത ഒരു കേസിലും BNSS 35(3) നോട്ടീസ് പഴയ 41A CRPC സെർവ് ചെയ്യാതെ നിങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല, സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടണം, അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ കേസ് സുപ്രീം കോടതി കൊടുത്ത ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ മാത്രമേ റിമാൻഡ് ചെയ്യാവൂ. ഈ രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന് വിഷ്വൽ എവിഡൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഒരു പോലീസുകാരൻ കാറിൽ കൂടെ കയറി സ്വന്തം കാർ ഓട്ടിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ഉത്തരവനുസരിച്ച് ഹീസ് ഇൻ ഇല്ലീഗൽ കസ്റ്റഡി. അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ പോയാൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ ആ പോലീസുകാരുടെ ജോലിയെ വരെ അത് ബാധിക്കുമെന്നും കൂടെ നിങ്ങൾ ഇത് പോലീസുകാരോട് ചോദിക്കണം. ഇനിയുള്ള കേസുകളിൽ ആളുകളെ പോലീസുകാർ ഇല്ലീഗലായിട്ട് കസ്റ്റഡിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചൊരു അറസ്റ്റ് മെമ്മോ 35 BNS അനുസരിച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയാൽ ദാറ്റ് അറസ്റ്റ് ഈസ് പെർഫെക്റ്റ്ലി വാലിഡ്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ 1997 ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇത് വകവയ്ക്കില്ല എന്നുള്ള പോലീസിൻ്റെ ധാർഷ്ട്യമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് പത്തനംതിട്ട കൊണ്ടുപോയി അറസ്റ്റ് മെമ്മോ ഒപ്പിടാൻ പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു സൈൻ ഇറ്റ്. താങ്ക് യു.